എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരപാരമായ ചിന്തയുടെ ദൈവഹിതത്തിൻ്റെ ഭാഗമാവാം ആ കർമ്മയോഗി എന്ന് പറയുന്ന തൻ്റെ ബാല്യം വിട്ട് യൗവനം വിട്ട് തൻ്റെ കരുത്തിലേക്ക് മാറിക്കട്ട കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈശ്വരാധീനത്തിൻ്റെ ഭാഗമായി ഈശ്വര സേവ ചെയ്യാനുള്ള ഒരു യോഗം കർമ്മഫലമായി ലഭിച്ചത്. അത് അന്ന് തൊട്ട് ഇന്നേ വരെ യാതൊരു പോറലുമേൽക്കാതെ, അതിനൊരു വിഘാതം സൃഷ്ടിക്കാതെ, അതിന് പറയിക്കാതെ ജനങ്ങളുടെ താൻ ഒരു ഈശ്വരനാണ് എന്ന സങ്കല്പത്തോടുകൂടി കർമ്മം പൂർത്തിയാക്കിയ നമ്മൾക്കേറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യത്വമാണ്, ഒരു മഹായോഗമാണ് ശ്രീ കുഞ്ഞമ്പു അന്ത്യത്തിന് ലഭിച്ചത്. തീർച്ചയായും ശ്രീ തറവാടിൻ്റെ ആദരം അദ്ദേഹത്തിന് നൽകിയ നിങ്ങളുടെ ഓരോ ഭാരവാഹികളെ സസ്നേഹമായി ഞാൻ നമ്മോട് ബഹുമാനിക്കുന്നു, ആദരമറിയിക്കുന്നു. എന്താണ് തറവാട്? ഇവിടെ എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ധരിച്ചൊരു സംഭവപൂലമായ വലിയ ആൾക്കാരുടെ കൂട്ടം തറവാടതാണ്. തറവാടിൻ്റെ അർത്ഥം തന്നെ തറവാടാതെ നോക്കണമെന്ന്. തറവാടാതെ നോക്കണം. തറവാടി അത് ബേസ്, നമ്മുടെ ഫുട്ബോൾ പറയുന്നതാണ് ബേസ് പോയാൽ മേലോട്ടെത്തില്ല, ഉറപ്പാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് തറവാട് കൊണ്ട് വിശേഷിക്കുന്നത്. ഇത് ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രക്രിയയുടെ ഒരു മുഖമാവാം ഇതൊക്കെ. കാരണം എല്ലാ കാലങ്ങളിലൊന്നും തറവാടുണ്ടായിരുന്നില്ല. ചില കാലഘട്ടങ്ങളിൽ തറവാട് ഉന്നതത്തിൽ എത്തിച്ചേരുകയും ചില ഘട്ടങ്ങൾ അതിനാരും നോക്കാതിരിക്കുകയും ചെയ്യുന്ന ചില സംഭവ വികാസങ്ങൾ. നമ്മുടെ പൂർവ്വസൂരികളായ മഹാരാജന്മാർ അവർ സൃഷ്ടിച്ചതാണ് തറവാട് എന്ന് പറയുന്നത്. തറവാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്തിൻ്റെ ഒരു അർത്ഥപൂർണ്ണതയാവാം തറവാട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില യാത്രയിലിടയിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ പറയാണ്ട് ഏത് തറവാട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മൾക്ക് തന്നെ പരിചയമില്ലാത്ത മുഖങ്ങൾ നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് അവർ നിങ്ങൾ എവിടെ പോകുന്നു, ഞാനിങ്ങനെ എളമ്പച്ചി, എക്സാമ്പിളാണ്, എളമ്പച്ചി തോട്ടം തറവാട്ട് പോകുന്ന പറയും. അന്നേരമാണ് തൊട്ടിരിക്കുന്ന ആൾ അറിയുന്നത് ഇതെൻ്റെ തറവാടുകളാണ്, എൻ്റെ എന്നോടൊപ്പം നിൽക്കേണ്ട എൻ്റെ അംഗമാണ് എന്ന് പറയുന്ന ആ നിർവികാരമായ നിമിഷങ്ങളിൽ ആ പറയുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തിയിലുണ്ടാകുന്ന വല്ലാത്തൊരു ഇഷ്ടമുണ്ടല്ലോ, അത് അത്ഭുതം. എഴുന്നേറ്റ് സീറ്റ് കൊടുത്ത കഥ പോലും എനിക്ക് പറയാം, നീ എൻ്റെ തറവാട്ടിനാരെന്ന് പറയുന്ന ആ ആദരവിൻ്റെ വല്ലാത്തൊരു ഇഷ്ടത്തിൻ്റെ ഭാഗമായി നീതിക്ക് ഞാൻ എഴുന്നേൽക്കാമെന്ന് പറയുന്ന ഒരു ചേർത്തിൻ്റെ ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സവിശേഷ സംഭവമാണ് കുടുംബ കൂട്ടായ്മ എന്ന് പറയും. മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ ഒന്നതാണ്. ലോക സാംസ്കാരിക രംഗങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള ഒരു വലിയൊരു സർവേയിൽ വന്നപ്പോൾ അന്ന് ചിലർ മാത്രമാണ് അണുകുടുംബത്തെ ഇഷ്ടപ്പെട്ടത്. കാരണം അവരായി ജീവിക്കാൻ